ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇത് തന്നെയാണ്. എനിക്ക് ശേഷം എന്റെ ഭാര്യ, അതോടൊപ്പം തന്നെ ആ ഒരു സ്വജന പക്ഷപാതം എം വി ഗോവിന്ദന് ഉണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അങ്ങ് ആരോപിക്കുന്നത്. അത് താങ്കളുടെ മാത്രം വികാരമാണോ, അത് പാർട്ടിക്കുള്ളിൽ സമാനമായ രീതിയിലുള്ള ഒരു വികാരം ഉയർന്നു വരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ആ വികാരം പാർട്ടിയിലുള്ളവരുണ്ട്. അപ്പോൾ അതിന് അവർ പറയുന്നൊരു മറുപടി ഇന്നലെ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റിയിലേക്ക് ചേർന്നിട്ട് പറയാൻ വേണ്ടി തീരുമാനിച്ച് ടി കെ ഗോവിന്ദ മാഷ ഭാര്യ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടില്ലേ, ടി കെ ഗോവിന്ദ മാഷ മരുമകൾ അല്ലേ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെയുള്ള മറുചോദ്യമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ജയരാജനോടും ഇത് പറയാൻ വേണ്ടി തീരുമാനിച്ച് ജനങ്ങളോട് പറയാൻ തീരുമാനിക്കുന്ന കെ പി രമണി എൻ്റെ ഭാര്യയായിട്ടാണോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി വന്നതിന്? അങ്കിൽ അവർ പറയട്ടെ. ഈ ഇങ്ങനെ ഒരു ശീലം പാർട്ടിയിലുണ്ട്, അങ്ങനെയാണ് രമണി വന്നതിന്. രമണി എത്രയോ കാലം മുമ്പ് പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറാണ്. ഞാൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ സെക്രട്ടറി ആയതുകൊണ്ട് മഹിളയുടെ പ്രധാനപ്പെട്ട പ്രവൃത്തിയായിട്ട് രമണിയെ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ എടുത്തുകൂടാതെ വാശി പിടിച്ചോ ഞാനാണ്. അങ്ങനെ വാശി പിടിച്ച് കുറേ കഴിഞ്ഞ് ഇപ്പോഴും സജീവമായ ആ സന്ദർഭത്തിൽ ഈ മഹിളയുടെ പ്രവർത്തനം നടത്തുമ്പോൾ എൻ്റെ ഏരിയ കമ്മിറ്റിയിലെ സാക്കൾ, ഞാൻ പേര് പറയാം, എം വേലായുധ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അവർ പറഞ്ഞു നിങ്ങളെടുക്കുന്ന നിലപാട് ശരിയല്ല. ആ സഖാവാണ് മഹിളയുടെ ഈ ഏരിയയിലെ മഹിളയുടെ സെക്രട്ടറി കുറേ കാലമായിട്ട്, നിങ്ങൾ ഭാര്യ ആയതുകൊണ്ട് പാർട്ടി കമ്മിറ്റി മാറ്റി നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞ് എൻ്റെ അനുവാദമില്ലാതെ പാർട്ടി ഏരിയ കമ്മിറ്റിയിലേക്ക് എടുത്തിട്ടുള്ള ചരിത്രമുള്ളത് ഞാൻ പറഞ്ഞിട്ടല്ല. എന്നാൽ ഇപ്പോഴത്തെ ചരിത്രം അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ പറയട്ടെ. വലിയ നേതാവാണെന്ന എം പി എനെ കൊണ്ടാണ് പറയിക്കുക. കാരണം ഈ എന്തെങ്കിലും മാത്രം വിടുവായത്തും പറയുന്ന എം പി എന്നായിരിക്കും. അതുകൊണ്ട് അയാളെ കൊണ്ട് ഇതിൽ പറയിക്കുക. ഇ പി ജയരാജന്റെ സഹോദരിയുടെ പുത്രൻ ഇന്നലെ താങ്കൾക്ക് പിന്തുണയുമായി എം വി ഗോവിന്ദന് പരോക്ഷ വിമർശനമായ ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. അതിനുശേഷം ഇ പി ജയരാജൻ താങ്കളോട് ഇപ്പോൾ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഇ പി അടക്കം ഏതെങ്കിലും നേതാക്കൾ സംസാരിച്ചിരുന്നോ ഗോവിന്ദ മാഷെ? ആരും സംസാരിച്ചില്ല. എന്നോട് അതിനുശേഷം ആരും സംസാരിച്ചിട്ടില്ല. ഗോവിന്ദൻ ഒറ്റക്കാര്യം ചോദിച്ചോട്ടെ, അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ താങ്കൾ ഇന്നലെ നേർക്കുനേർ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞില്ല. പക്ഷേ അവിടെ ഒരു ഹാപ്പിനെസ് പ്രൊജക്ട് അല്ലെങ്കിൽ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ എന്നൊരു ഫെസ്റ്റിവൽ ഉണ്ടായി. അത് ആരോടും ചോദിക്കാതെ ആരോടും പറയാതെ പദ്ധതികൾ പ്ലാൻ ചെയ്തു. ആരൊക്കെയോ വന്നു, സിനിമക്കാരൊക്കെ വന്നു. അതിന്റെ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറിക്കെതിരെ താങ്കൾ നേർക്കുനേർ സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഉന്നയിക്കുകയാണ് പരോക്ഷമായി. അത് ഉത്തമ ബോധ്യത്തിൽ പറയുന്നതാണോ, അതോ ഈ സന്ദർഭത്തിന്റെ ഒരു സമ്മർദ്ദത്തിൽ അഡീഷൻ ആഡോൺ എന്ന രീതിയിൽ പറഞ്ഞു വെച്ചതാണോ, അതോ താങ്കൾക്ക് നേർക്കുനേർ ബോധ്യമുള്ളതാണോ ആ സാമ്പത്തിക ക്രമക്കേട് ആരോപണം? അങ്ങനെയല്ല. എനിക്ക് എം പി ഗോവിന്ദ മാഷ് വ്യക്തിപരമായിട്ട് ഒരു ആരോപണമില്ല, വ്യക്തിപരമായിട്ടില്ല. ഞാൻ പറഞ്ഞ മാഷം നിങ്ങൾക്ക് അറിയാം, മാഷം ഞാൻ നല്ല പദ്ധതിയിലാണ്. ഒരാരോപണം വ്യക്തിത്വത്തെ എനിക്ക് മാഷെക്കുറിച്ചില്ല. എൻ്റെ സംഘടനാപരമായിട്ടുള്ള നിലപാടിനെ കുറിച്ചാണ് ഞാൻ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഹാപ്പിനെസ് നടത്തുമ്പം അവിടെ ഒരു പാർട്ടി മണ്ഡലം കമ്മിറ്റി, ഇയാൾ അവിടുത്തെ MLA അല്ലേ, പാർട്ടി മണ്ഡലം കമ്മിറ്റിയില്ലേ, ഞാൻ ആ മണ്ഡലത്തിൽ ചാർജുള്ള സഖാവല്ലേ, ആ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറിയാണ്. ഞാൻ നോക്കട്ടെ, ഈ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഈ സംഭവം കൊട്ടിഘോഷിച്ച് നടക്കുമ്പോൾ പാർട്ടി മണ്ഡലം കമ്മിറ്റിയിൽ ഈ ഗോവിന്ദ മാഷ് ഒരിക്കലെങ്കിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇതിൻ്റെ വരവോ ചെലവോ കണക്കോ പാർട്ടി മണ്ഡലം കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് അവിടുത്തെ ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ ഗോവിന്ദ മാഷ് എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഒന്ന് നീയൊക്കെ വരണം, അല്ലെങ്കിൽ അതിലൊക്കെ വേണം പറഞ്ഞിട്ടുണ്ടോ? ഏതാ തെളിച്ചും സ്വകാര്യമായ ഒരു കോക്കസാണ് നടത്തിയത്. അതാ എൻ്റെ ആരോപണം. ഗോവിന്ദ മാഷ് വ്യക്തിപരമായിട്ടല്ല, ഒരു കോക്കസ് പാർട്ടിയായിട്ട് വന്നിട്ടുണ്ട്. പറഞ്ഞിട്ട് തലപ്പം മണ്ഡലം കമ്മിറ്റിയുള്ള പാർട്ടിയുള്ള സഹാക്കൾ പറയട്ടെ, എല്ലാം മണ്ഡലം കമ്മിറ്റി. ഇപ്പം ജയം പറയുന്നുണ്ട് മണ്ഡലം കമ്മിറ്റിയിൽ പറഞ്ഞത് വെച്ചിരുന്നു. എൻ്റെ പൊന്നു ജയരാജ, ഞാനല്ലേ ആടെ ഇതെല്ലാം പങ്കെടുത്ത് ഒരിക്കലെങ്കിലും ഈ കാര്യം അവിടെ പറയുക, ഈ കണക്ക് അവിടെ വെക്കുക ചെയ്തിട്ടുണ്ട്. ഒരേ ചോദ്യം, അതായത് ഇലക്ഷനിൽ മത്സരിക്കും എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? കോൺഗ്രസ് താങ്കളെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല യഥാർത്ഥത്തിൽ? ഞാൻ ഈ നയത്തിനോടുള്ള എൻ്റെ പ്രതിഷേധം ഞാൻ ഈ സാക്കോടെല്ലാം പറഞ്ഞിന്, ഗോവിന്ദമാഷോടും പറഞ്ഞിന്, ഈ ജയരാജനോടും പറഞ്ഞിന്. ജയരാജനോട് 1 മണിക്കൂർ ഞാൻ സംസാരിച്ചിന്. ഈ ഞാൻ സംസാരിച്ച ഏതെങ്കിലും ഒരു കാര്യം ശരിയല്ല എന്ന് MP ജയരാജൻ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ MP അവസാനം പറഞ്ഞാൽ നിങ്ങൾ അതിൽ വിട്ടാൽ പോകരുത്, അറ്റകൈ പ്രയോഗം നടത്തരുത്, അങ്ങനെ ചിന്തിക്കരുത് എന്നാണ് ജയരാജൻ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്നെല്ലാം തെറ്റാണ് എന്ന് ജയരാജൻ പറഞ്ഞു. ഞാൻ ജയരാജനെ വെല്ലുവിളിക്കും, ഞാൻ പരസ്യ ചാർച്ചയ്ക്ക് വെല്ലുവിളിക്കും. ഞാൻ ഈ ഉന്നയിച്ച കാര്യങ്ങൾ
തെറ്റാണ് എന്ന് ഒരിക്കലെങ്കിലും എം വി ജയരാജനോ ഇ പി ജയരാജനോ ഞാൻ സംസാരിച്ച പല സാഹചര്യം പി ജയരാജനോ ഇവരെല്ലാം ഉണ്ട്. അവരാരെങ്കിലും മാഷ് നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ നിങ്ങൾ പറയുന്നതൊക്കെ ശരി. പക്ഷെ നിങ്ങൾ പാർട്ടി വിട്ട അതിന് വിട്ടു പോകരുത്. ഇതാണ് താങ്കൾ എന്നെ ഉപദേശിച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാ ഇപ്പൊ കള്ളപ്രചരണം നടത്തുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.